ഇത് ഒരു ചരിത്രപരമായ ഒരു ദിവസമാണ്. ഇന്ന് മംഗലശ്ശേരി ഫാമിലിയുടെ ഒരു ഒറിജിനൽ സ്റ്റോറിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. സോ എല്ലാം പ്രശ്നം തുടങ്ങുന്നത് നമ്മുടെ സിറ്റിയിൽ ടോണി ക്രൂസ് എന്ന് പറഞ്ഞ ഒരു പുതിയ ക്യാരക്ടർ വരുമ്പോഴാണ്. അവൻ കാരണം നമ്മുടെ ഫാമിലിയിലെ പാബ്ലോന്റെ മെക്കാനിക്കിലെ പണി തെറിച്ചു. എന്റെ ജോലി എടാ കടന്ന് മോങ്ങാണ്ട് കാര്യം പറ. ടോണി ക്രൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതെന്റെ ജോലി കളഞ്ഞു. പിന്നെ അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ ഫാമിലിക്ക് ചീത്ത സമയമായിരുന്നു. എന്നെ ആദ്യമായിട്ട് ഉടുമ്പരിച്ച് കടത്തിയതിന് പോലീസുകാർ പിടികൂടി. അതിനുശേഷം സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ചെറുതായിട്ട് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ ഒറ്റിക്കൊടുത്തു. പോലീസുകാരുടെ ടോർച്ചറിങ് അവിടെ കൊണ്ട് തീർന്നില്ല. ഓഫ് ഡ്യൂട്ടി സമയത്ത് ഒരു പോലീസുകാരൻ എന്നെ റാഗ് ചെയ്തു. സാറോ? ആരേ സാറേന്ന്? എന്നെ ആരും സാറേന്ന് വിളിക്കണ്ട. സ്ഥാനത്തിനിട്ട് ഒരു വെടി വെക്കട്ടെ? എന്റെ പൊന്നു മോനെ വേണ്ട, എനിക്ക് ആകെ ഓർമ്മയുള്ളൂ. ഞാൻ ഇനി എന്തോരം നേരം ഇതുപോലെ കളിക്കണം സാറേ. അപ്പച്ചനൊരു സാരിയും കൂടെ തരട്ടെ? ഇത് തുടങ്ങിയിട്ട് ഒരുപാട് നേരമായല്ലോ സാറേ, എന്നെ ഒന്ന് വെറുതെ വിട്ടുകൂടെ? വിടത്തില്ല. സോ ജിറ്റിന്റെ ഒരു പുതിയ RP വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ മംഗലശ്ശേരി ഫാമിലി വീണ്ടും ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടി ഒരു ഹൈസ്റ്റ് അങ്ങ് പ്ലാൻ ചെയ്തു. ഞങ്ങൾ റോബ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഒരു തുണിക്കടയാണ്. ഈ ഒരു റോബറിയിൽ ഞാൻ ഹോസ്റ്റേജും പിന്നെ ഉടുമ്പംസും റോജറായിരുന്നു കള്ളന്മാര്. പ്രാക്ടീസ് ചെയ്യാൻ അധികം സമയമൊന്നും കിട്ടിയില്ല. ഉടൻ തന്നെ ഞാനും എൻ്റെ പിള്ളേരും ഹൈസ്റ്റ് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ ഫൈനലി തുണിക്കടയിൽ നമ്മൾ എത്തി നമ്മുടെ ഹൈസ്റ്റിന്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു ഹൈസ്റ്റില് ഉടുമ്പുഹംസുവിനെ കൊണ്ടുവന്നത് ആകെ ഒരു മണ്ടത്തിലായിപ്പോയി. അവൻ കഞ്ചാവ് അടിച്ച കാരണം ആകെ കിറങ്ങിയിരിക്കുകയായിരുന്നു. കണ്ടില്ലേ, ഹോസ്റ്റേജായ എന്നെ കണ്ടെയ്ൻ ചെയ്യാണ്ട് റോഗറിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഹംസു, നീ എന്നെയാണ് കണ്ടെയ്ൻ ചെയ്യേണ്ടത്. അങ്ങനെ ഫൈനലി പോലീസ് എത്തി. ഞങ്ങള് ബാർഗൈനിങ് അങ്ങ് തുടങ്ങി. ഞാൻ പറയുന്ന വെച്ചാല് നമ്മക്ക് ഇവിടെ ജീവിക്കാൻ പൈസ അല്ല സാറേ, പണിയെടുക്കണം. ഇവിടെ നല്ല ജോലി സാറേ. ഇവിടെ പണിയെടുക്കാൻ ജോലി എന്ന് പറഞ്ഞത് പൈസ അല്ല സാറേ. ഞങ്ങളൊക്കെ കല്ല് പണിക്ക് പോയിട്ട് ആകെ കിട്ടും, ഒരു കല്ല് പറക്കിയാൽ കിട്ടുന്നത് ആകെ 600 രൂപ. ഇവിടെ ഫുഡ് വാങ്ങാൻ വേണം ഒരു 50,000. ചില കടയിലെ കമ്പനിയാണ് സാറേ. പിന്നെ നമുക്ക് എന്താ വെച്ചാല് കുട്ടികൾക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ വരെ കാശില്ല സാറേ. ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ പൈസയില്ല. ഈ സിറ്റിയിലാണെങ്കിൽ ഫുള്ള് എല്ലാവരും തൊട്ടാ പൈസ സാറേ. റോജറിന്റെ ഈ ഒരു ആക്ടിങ് കണ്ടപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു, നമുക്കിനി അത്രയ്ക്ക് ദാരിദ്ര്യമാണോ? മെയിനായിട്ട് ഫുഡല്ല വേണ്ടത് സാറേ. ഞങ്ങൾ ഈ അച്ചാച്ചനെ തന്നെ ഈ ആൾക്ക് ഫുഡ് കൊടുക്കാൻ കാരണം ഈ ഫുഡ് വാങ്ങിയത് തന്നെ നമ്മൾ കടം വാങ്ങിച്ചിട്ടാണ്. എന്നോട് ചോദിച്ചാൽ പോലെ ഞാനാണെങ്കിൽ ഒരു 2 ലക്ഷം രൂപ എന്തായാലും ഈ പരിപാടിക്ക് ഇറങ്ങില്ല സാറേ. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ സിവിലിനെ വിടുവാണെങ്കിൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ തരാം. 2 ലക്ഷം കുറച്ച് കുറവാണ് സാറേ. കുറച്ച് സമയത്തിന് ശേഷം ജോൺ തെക്കൻ എന്ന് പറഞ്ഞ ഒരു സൈക്കോ പോലീസുകാരൻ വന്നു. അയാൾ വന്നതോടെ സംഗതികൾ വഷളാവാൻ തുടങ്ങി. സാറേ, നിങ്ങൾ ഗണ്ണ് താത്ത് വെക്കണം. സാറേ, അവർ എയിമിലാണ്, നമുക്ക് ഗണ്ണ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ഈ സിവിലിയൻ സിവിലിയന്റെ സേഫ്റ്റിക്ക് വേണ്ടി പറഞ്ഞു നിങ്ങൾ ഗണ്ണ് താത്ത് വെക്കണം. നമ്മൾ ഒരു കാര്യം ചെയ്യും, 10 മിനിറ്റ് എന്താ 10 മിനിറ്റ് അല്ല 10 സെക്കൻഡ് തരും കേട്ടോ. സെക്കൻഡ് കൂൾ ഓഫ് ടൈം തരും. 15 ഇല്ല, 10 സെക്കൻഡ് തരും. 10 സെക്കൻഡ് നമ്മള് GPS ഒഴിവാക്കി. 10 സെക്കൻഡ്. ഇതിന്റെ ഇടയിൽ സ്റ്റഫ് അടിച്ച് കിളിപോയ ഉടുമ്പംസു അറിയാണ്ട് അവന്റെ ഗണ്ണൊന്ന് ഫയർ ചെയ്യും. അപ്പം അൻവർ സാർ ഇവർക്കുള്ള പെട്ടി 2 സെറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യാകെ കൈവിട്ടുപോയി. പക്ഷെ എന്നെ ഞെട്ടിച്ചത് റോജർ ഒറ്റയ്ക്ക് 3 പോലീസുകാരെ ഷൂട്ട് ചെയ്തതായിട്ടു. ഈ ഒരു മൊമെന്റില് പോലീസുകാരോടുള്ള എല്ലാ റിവഞ്ച് നമുക്ക് തീർന്നു. ഇനി എങ്ങനെയെങ്കിലും പോലീസുകാരെ ഇന്ന് എസ്കേപ്പ് ആയാൽ മതി. അങ്ങനെ ഒരു വിധത്തില് റോജറും ഉടുമ്പംസും ഓടി രക്ഷപ്പെട്ടു. പക്ഷെ ഞാൻ എൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി പോലീസ് വണ്ടിയിൽ പഞ്ച് ചെയ്യണ സമയത്ത് ഇവാമയുടെ എന്നെ പിടിച്ചു. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഇവാ മാഡത്തിന്റെ ഫ്രണ്ടില് കരഞ്ഞു മെഴുകി. അവസാനം ദയ തോന്നി ഇവാ മാഡം എന്നെ വെറുതെ വിട്ടു. അങ്ങനെ നമ്മുടെ റോബറി സക്സസ്ഫുൾ ആയി. മംഗലശ്ശേരി ഫാമിലിയിലെ മിക്ക ആളുകളെയും വിളിച്ചു വരുത്തി. കയ്യിലുണ്ടായിരുന്ന എല്ലാം ബ്ലാക്ക് മണി ഞങ്ങൾ വൈറ്റ് ആക്കി. അതിനുശേഷം ഫാമിലിയിലെ എല്ലാവരും ഫാമിലി ഹൗസിലോട്ട് പോണ സമയത്ത് ടോണി ക്രൂസിനെ വഴിയിൽ വെച്ച് കണ്ടു. ടോണി ക്രൂസായിട്ട് ഒരു പഴയ കണക്കുണ്ടായിരുന്നു, അത് ഞങ്ങൾ അവിടെ വെച്ച് സെറ്റിലാക്കി. അവനെ ചെറിയ രീതിയിൽ റാഗ് ചെയ്ത് വിട്ടു. Tony Cruz.
പിന്നീട് അങ്ങ് ആഘോഷങ്ങളുടെ നാളായിരുന്നു. ഞങ്ങൾ ഗ്യാങ് ഹൗസിൽ പോയി കുറച്ചു നേരം ഡാൻസ് കളിച്ചു. അതിനുശേഷം കുറച്ച് ഫോട്ടോ സെഷൻസ് ഉണ്ടായി. ഈ ഒരു റോബറിക്ക് ശേഷം നമ്മുടെ മംഗലശ്ശേരി എന്ന് പറഞ്ഞ ഫാമിലി സിറ്റിയിൽ ഒട്ടാകെ ഫേമസ് ആയി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതും നടന്നു. നമ്മുടെ ഫാമിലിയിലെ കുടുംബരിച്ചി ബിസിനസിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും പോലീസുകാരോട് പറഞ്ഞ ആള് ഞാനാണെന്ന് റോജർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ എന്നെ താൽക്കാലികമായി ഫാമിലിയിൽ നിന്ന് പുറത്താക്കി. അപ്പൊ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു എപ്പിസോഡ് കാണുമ്പോഴേക്കും ബൈ.